മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടെ. കുറച്ച് നാളുകൾക്ക് മുൻപാണ് മേയർ ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ 2024 മികച്ച ഊർജ്ജ കാര്യക്ഷമ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. നഗരസഭയുടെ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഇപ്പോഴിതാ NULM പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തിരുവനന്തപുരം നഗരസഭ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഇതോടൊപ്പം രാജ്യത്ത് തന്നെ NULM പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള സംസ്ഥാന സർക്കാരിനുള്ള പുരസ്കാരം കേരളത്തിനാണ്. എന്താണ് NULM? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് NULM ലക്ഷ്യം വയ്ക്കുന്നത്. നഗരപ്രദേശങ്ങളിലെ ദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും വേണ്ടി കേന്ദ്ര പാർപ്പിട നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജന മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. അടിസ്ഥാന സൗകര്യം, സാമൂഹികമായ ദുർബലതകൾ, തൊഴിൽപരമായ ദുർബലതകൾ എന്നിവ പരിഹരിക്കുന്നതിന് ഉതകുന്ന ഘടകങ്ങളാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. പുതിയ ഭരണസമിതിയുടെ NULM പദ്ധതി പ്രവർത്തനങ്ങൾ പ്രശംസ അർഹിക്കുന്നത് തന്നെയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി 4639 അയൽക്കൂട്ടങ്ങൾക്ക് 4,64,00,000 രൂപ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതിനോടൊപ്പം 100 വാർഡുകൾക്ക് EDS-നായി 50,000 രൂപ വെച്ച് 50 ലക്ഷം രൂപ നൽകുവാൻ സാധിച്ചു. സ്വയം തൊഴിൽ ചെയ്യുവാനും ശമ്പളാടിസ്ഥാനത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്താനുമായി നടത്തിയ നൈപുണ്യ പരിശീലനവും നിയമനവും എന്ന പദ്ധതിയിൽ 5,334 അപേക്ഷകൾ ലഭിക്കുകയുണ്ടായി. ഇതിൽ 2,166 പേർക്ക് വിവിധ കോഴ്സുകളിൽ പ്രവേശനം നൽകി. ഇതിൽ 1,998 പേർക്ക് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുവാൻ കഴിയുകയും സർട്ടിഫിക്കറ്റ് നൽകുവാനും കഴിഞ്ഞു. ഇതിൽ തന്നെ 1,160 പേർ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുകയും 77 പേർ സ്വയം തൊഴിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതിനു പുറമെ നഗരപ്രദേശത്തെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കായി 92 കമ്പനികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ തൊഴിൽ മേളയിൽ 15,256 ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയും 5,123 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇന്ന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഹരിത കർമ്മസേന. കുടുംബശ്രീയിലുള്ള സ്ത്രീകൾ തന്നെയാണ് ഹരിത കർമ്മസേന വഴി പ്രവർത്തിക്കുന്നത്. പ്രതിമാസം ശരാശരി 26,270 രൂപ വരെ ഹരിത കർമ്മസേനയിലെ ഒരു തൊഴിലാളിക്ക് വരുമാനം ലഭിക്കുന്നു. സ്ത്രീ ശാക്തീകരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങൾ ഓരോ സ്ത്രീകളുടെയും കുടുംബ ചുറ്റുപാടുകളിലും ജീവിത നിലവാരത്തിലും മെച്ചപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതുവഴി സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാനും സാധിച്ചു. ഇതിനോടൊപ്പം ഈ അവാർഡ് ലഭിക്കാൻ കാരണമായ വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് 20,988 വഴിയോര കച്ചവടക്കാർക്ക് 10,000, 20,000, 50,000 രൂപയുടെ വായ്പ നൽകുവാൻ കഴിഞ്ഞത്. ഞാൻ വന്ന് പുസ്തക കച്ചവടം, പഴയ സെക്കൻഡ് ഹാൻഡ് പുസ്തക കച്ചവടം നടത്തി വരികയാണ്. ഒരു 10-15 വർഷമായിട്ട് പുസ്തക കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ കൊറോണ കാലമൊക്കെ വന്നപ്പോൾ നമുക്ക് ഇരുന്ന പുസ്തകങ്ങൾ വിറ്റ് വീട്ടിലെ ചിലവൊക്കെ നടന്ന് പോയി. പക്ഷേ ഇനി പുസ്തകങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള ആലോചിച്ചിരുന്ന സമയത്താണ് കോർപ്പറേഷൻ്റെ ഈ 10,000 രൂപ ലോണ് കിട്ടുമെന്ന് അറിഞ്ഞത്. അങ്ങനെ 10,000 രൂപ ലോണിന് നമ്മൾ അപേക്ഷിച്ച് നമുക്ക് ഉടനെ തന്നെ കോർപ്പറേഷൻ്റെ സഹായത്തോടെ നമുക്ക് 10,000 രൂപ ലഭിച്ചു. ആ 10,000 രൂപ വെച്ചാണ് പിന്നെ അടുത്ത പുസ്തകങ്ങൾ എടുത്തത്. ആ പുസ്തകങ്ങൾ വെച്ച് നമ്മൾ ഉപജീവനം നടത്തി നമ്മൾ വീട്ടിലെ ചിലവും കഴിഞ്ഞ് ആ ലോണും അടച്ച് തീർന്ന അടുത്ത് നമുക്ക് 20,000 രൂപ ലോണ് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പുസ്തകങ്ങൾ എടുക്കാൻ ആ കാശ് കൊണ്ട് കുറച്ചുകൂടെ പുസ്തകങ്ങൾ എടുക്കാൻ കഴിയുകയും നമ്മളെ ബെനിഫിറ്റ് കുറച്ചുകൂടെ കൂടുകയും ചെയ്തു. അങ്ങനെ അത് ഭയങ്കര ഒരു ഉപകാരമായി. ഈ കൊറോണ കാലത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് പകച്ചു നിൽക്കുന്ന സമയമായിരുന്നു. ഈ കോർപ്പറേഷൻ അനുവദിച്ച ലോൺ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ നമുക്ക് ആ പൈസ കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചു പോയത്. അപ്പോൾ ഇതുപോലെ പദ്ധതി വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോലെ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാൻ നഗരസഭയിൽ നിന്ന് ലോൺ എടുത്താണ് കച്ചവടം ചെയ്യണത്. അതിൽ നിന്ന് ഇപ്പം ചെറിയൊരു ലാഭം കിട്ടുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ കഴിയണുണ്ട്. അതിലുള്ള ലാഭം വെച്ച് ഇപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒപ്പം തന്നെ വഴിയോര കച്ചവടക്കാർക്കായി കുടുംബശ്രീ യൂണിറ്റുകളിലും വഴിയോര കച്ചവടക്കാരെയും ഒരുമിപ്പിച്ച് നടത്തിയ മേള ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. 8 ദിവസം നീണ്ടുനിന്ന മേളയിൽ നിന്നും 20,84,100 രൂപ സ്വരൂപിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 56 കോടി രൂപയുടെ ലിങ്കേജ് ലോണുകളാണ് അനുവദിച്ചു നൽകാൻ കഴിഞ്ഞത്. പൊതുജനങ്ങൾക്ക് സ്വയം തൊഴിൽ നേടാനും സംരംഭങ്ങൾ തുടങ്ങുവാനുമായി ഇതുവരെ 300 കോടി രൂപയുടെ ലിങ്കേജ് ലോണുകൾ നൽകിക്കഴിഞ്ഞു. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് NULM പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ ചെയ്യുവാനും 10,000 തൊഴിൽ രഹിതർക്ക് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തിക്കൊടുക്കുവാനും കഴിഞ്ഞത്. സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി വളരെ മികച്ച രീതിയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സമൂഹത്തിൽ എത്തിക്കുവാനും സാധിച്ചു.